ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു ഭാവത്തിലും പുതിയൊരു കോലത്തിലും എങ്ങനെയുണ്ടടെ എന്നെ കാണാൻ കൊള്ളാവോ? ആ, ദേ പുതിയൊരു അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ, അതിഥി വന്നത് വലിയൊരു കഥയാണ്. പക്ഷേ ആ കഥ പറയാൻ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൽ ആരെയൊക്കെ വിശ്വസിക്കുന്നോ അവരൊക്കെ നമുക്കിട്ട് പണി തരുന്ന കാലഘട്ടമല്ലേ ഈ ഒരു കാലഘട്ടം. കലിയുഗമാണല്ലോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കാരണം കിട്ടിയതാണ് ഈ ഒരു സമ്മാനം. ആ സുഹൃത്ത് ഇത് കാണുമായിരിക്കും, എനിക്കറിയില്ല. സുഹൃത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവന് സുഹൃത്തായിരുന്നില്ല എനിക്ക്. സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു വാക്കായി പോകില്ലേ അത്. എനിക്കെൻ്റെ ഏട്ടനായിരുന്നു. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ പിറക്കാത്ത, എൻ്റെ കൂടപ്പിറപ്പല്ലാത്ത എൻ്റെ ഒരു ഏട്ടൻ. ഏട്ടനെ ഞാൻ അത്രമേൽ സ്നേഹിച്ച് അത്രമേൽ നോക്കി എന്ന് തന്നെ പറയാം. ഏട്ടന് എന്തൊരു വിഷമം വരുമ്പോഴും എനിക്കെന്തൊരു വിഷമം വരുമ്പോഴും ഞാൻ ആദ്യം വിളിക്കാറ് ഏട്ടനെയാണ്. ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനോട് സങ്കടങ്ങൾ പറയാറാണ്. ഏട്ടനും അതേപോലെ എന്ത് വിഷമങ്ങൾ വരുന്ന സമയത്തും എന്നെ വിളിച്ചിട്ട് എന്നോടാണ് സങ്കടങ്ങളൊക്കെ പറയാറ്. ഏട്ടൻ്റെ കുടുംബത്തിൽ ഞാൻ പോകുമായിരുന്നു. ഏട്ടൻ്റെ കുടുംബത്തിലെ ഒരു അംഗം, അവിടെ 2 ആൺകുട്ടികളാണ്. അവിടുത്തെ മകൾ ഞാനായിരുന്നു, അമ്മയുടെ മകൾ ഞാനായിരുന്നു. അമ്മയുടേത് മാത്രമല്ല അച്ഛൻ്റെതാണെങ്കിൽ പോലും മകൾ ഞാനായിരുന്നു. ഇപ്പോഴും എനിക്ക് ഏട്ടനെക്കുറിച്ച് പറയുമ്പം 100 നാവ് തന്നെ പറയാം. അത്രത്തോളം ഞാൻ സ്നേഹിച്ചൊരു ഏട്ടനാണ്. ആ ഒരു ഏട്ടൻ കാരണമാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എന്താ കാര്യം, കഥകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. കണ്ണിന് ചെറിയൊരു കാഴ്ച മങ്ങൽ തുടങ്ങി, ഒരു വല മൂടിയ ഒരവസ്ഥ. അതുകൊണ്ടാണ് കണ്ണട വെക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു വെറും പ്ലെയിൻ സ്പെക്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അത് വെറുതെ എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണ് സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ തന്നെ എഴുതിച്ചതായിരുന്നു. പക്ഷേ കാലക്രമേണ ഞാനൊരു കണ്ണടക്കാരിയാവുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു രൂപമാറ്റം വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റിയില്ല. കൂടുതലായിട്ട് ഡീറ്റെയിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സദാ ഒരു ക്ലിനിക്കിലാണ് പോയി കാണിച്ചത്. അപ്പോൾ വാസനിലങ്ങാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തണം. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ കണ്ണട വെച്ച് എന്നുള്ളത് പറയാം. എനിക്കൊരു ഏട്ടനെന്ന് പറയണ്ട, നമുക്ക് സുഹൃത്തെന്ന് പറയാം. ഏട്ടനൊക്കെ ചത്തുപോയി. അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനെന്ന് വെച്ചാൽ ഭയങ്കര ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സുഹൃത്ത് തന്നെയായിരുന്നു. കാരണം എൻ്റെ അരുണിൻ്റെ കോമൺ ഫ്രണ്ടായിരുന്നു അവന്. അപ്പോൾ അവന് ഒരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. ആ കുട്ടി ഇവിടെ വരാറുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. എന്നെ ആ കുട്ടിയുടെ നാത്തൂന് എന്ന് പറഞ്ഞിട്ടാണ് പലർക്കും പരിചയപ്പെടുത്തി കൊടുക്കാറ്. കാരണം അത്രത്തോളം ഏട്ടനുമായിട്ട് ഞാൻ കണക്ഷൻ ഉള്ളത് കൊണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ കുട്ടിയായിട്ടാട്ടോ ഈ പയ്യൻ പ്രണയത്തിലായത്. അങ്ങനെ ആ കുട്ടിയുടെ ഭർത്താവ് അതറിഞ്ഞു. ആ കുട്ടീനെ ഡിവോഴ്സിനുമായിട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി. അതും ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി, ഒരു ബേബി അവിടെ പൊട്ടി മുളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഇവർ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ കുട്ടീനെ നമ്മൾ അബോർഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ചേട്ടൻ എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുവരും എന്നുണ്ടെങ്കിൽ ഏട്ടൻ അവളെ കൂട്ടിക്കൊണ്ടുവരി. ഇന്നല്ലേ നാളെ എന്തായാലും കൂട്ടിക്കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റൂല. കാരണം ഇവൻ കാരണമാണ് കേസ് കൊടുത്തത്, ആ പയ്യൻ കേസ് കൊടുത്തതും ഇവർ ഡിവോഴ്സ് ആവാൻ പോകുന്നതും. ആ പെണ്ണിൻ്റെ ഭർത്താവ് കേസ് കൊടുത്തത് ഇവൻ കാരണമാണ്. അപ്പോൾ ഇവർക്ക് നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത് അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടിയാൽ മതി. ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്നതിന് ആരുടെയും ഒരു ഇതുമില്ലല്ലോ, നമ്മുടെ നിയമം അനുവദിക്കുന്നതാണല്ലോ.
അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ അമ്മയുടെ അടുത്ത് ഒരു കുറുക്കി കൂടിയിട്ടുണ്ടായിരുന്നു. ചിട്ടി, നാട്ടുമ്പുറത്തെ ചിട്ടി ഉണ്ടല്ലോ, ഈ ചിട്ടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിട്ടിക്ക് കൂടി ഞാൻ എത്ര കഴിഞ്ഞിട്ടും ഈ ചിട്ടി എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഏകദേശം ഈ ചിട്ടി പൊട്ടിയതായിരുന്നു. ഞാനിത് വിവരങ്ങളൊന്നും അറിയില്ല. ഞാൻ കറക്റ്റ് മാസാമാസം പൈസ കൊടുക്കുക എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ അമ്മനോട് പറഞ്ഞു, അമ്മ എനിക്ക് ചിട്ടി വേണമല്ലോ, ബാലൻസ് രണ്ടെണ്ണം കണ്ടേ ബാലൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ചിട്ടി വേണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മാസം നിറക്കിട്ടപ്പം വേറൊരാൾക്കാർ കിട്ടി, അവരെനിക്ക് തരാൻ തയ്യാറുമായി. അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഈ കുട്ടീനെ ഈ ചേട്ടൻ വിവാഹം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ പോയിട്ട് താലി കെട്ടി കൊണ്ടുവന്ന്. നിയമപരമായിട്ട് ഇവർ വിവാഹിതരല്ല, ഞാൻ പറഞ്ഞാൽ നിയമപരമായിട്ട് ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല. ലിവിങ് ടുഗദറായിട്ട് ഇപ്പം നിലവിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വർഷങ്ങളായിട്ടോ അവരുമായിട്ട് എനിക്ക് പരിചയം ഇല്ലാതായിട്ട്, കോണ്ടാക്റ്റ് ഇല്ലാതായിട്ട്. അങ്ങനെ ഇരിക്കെ ചിട്ടിയുടെ പൈസ കിട്ടുന്ന സമയത്ത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അരുണിൻ്റെ അമ്മയുമാണ് പോയത്. അപ്പോൾ അരുണിൻ്റെ അമ്മയും ഇവൻ്റെ അമ്മയും തമ്മിൽ നല്ല അരുണും ഈ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് നല്ല സുഹൃത്തുക്കളാണ്, വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അപ്പം അരുണിൻ്റെ വീട്ടിൽ വരലും ഭക്ഷണം കഴിക്കലും അവിടുത്തെ ഒരു അംഗം പോലെ നിൽക്കുന്നൊരു പയ്യനാണ് ഈ ചേട്ടൻ. അപ്പോൾ അരുണിൻ്റെ അമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കുറച്ചും കൂടി ഒരു നല്ലൊരു കുട്ടീനെ കിട്ടുമായിരുന്നു ഇവന്, ഈ കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയതിനെയൊക്കെ കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും ഓരോരോ അമ്മമാർ ചോദിക്കുന്ന ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് മാത്രമേ അമ്മ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതേപോലെ നാട്ടിൽ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ. അപ്പം അരുണിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അമ്മ ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു. പെണ്ണത് പെണ്ണുങ്ങളെ സ്വഭാവമല്ലേ, 100 10 100 പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി. അങ്ങനെ ഇത് ചിട്ടി നറുക്കെടുക്കുന്ന ദിവസം കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ ചിട്ടിക്ക് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവരുടെ വീട്ടിലോട്ട് പോയ സമയത്ത് അപ്പോൾ ഞാൻ പൈസയും മേടിച്ചപ്പോഴേക്കും ഇവർക്ക് ബേബി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ബേബി ആയി എന്നൊക്കെ അറിയുന്ന ഒക്കെ മാസങ്ങൾക്ക് ഇപ്പറാണ്. അപ്പോൾ ചിട്ടി തീരാനൊക്കെ ആയ സമയത്തേക്ക് ഇവർക്ക് ബേബി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവൾ ഡിവോഴ്സഡ് അല്ല, ഡിവോഴ്സ് അല്ലാതെ ഇവർ ലിവിങ് ടുഗദറായിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ചിട്ടി കയറിയപ്പോൾ ഞാൻ ചിട്ടി നറുക്കെടുക്കാൻ പോയ സമയത്ത് ഇവൻ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഏതാണ് നിൻ്റെ കൂടെ ഒരു ലേഡി, കൾച്ചറില്ലാത്ത ലേഡി വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ കൾച്ചറില്ലാത്ത ലേഡിയൊന്നും വന്നിട്ടില്ല, എൻ്റെ കൂടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ അമ്മേനെ ഒരു വില കൊടുക്കാത്തൊരു സ്ഥലത്ത് ഞാൻ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ചിട്ടിക്ക് പൈസ മേടിക്കാൻ പോയ സമയത്ത് ഞാൻ എന്താക്കി, പൈസയും മേടിച്ചിങ്ങ് പോന്നു. അപ്പോൾ അവർ ഒരുപാട് എന്നോട് നിർബന്ധിച്ചു വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അമ്മേനെ കുറ്റം പറഞ്ഞൊരു സ്ഥലത്തേക്ക് എനിക്ക് കയറാൻ പറ്റൂല. കാരണം ഞാൻ അങ്ങനെ കൊണ്ടുവന്നെടുക്കുന്ന അമ്മയാണ്, അരുണിൻ്റെ അമ്മ. എൻ്റെ ഉമ്മാനെക്കാട്ടിലും എന്നെ നോക്കുന്നത് അരുണിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മൻ്റെ അടുത്തേക്ക് എനിക്ക് അമ്മനെ അങ്ങനെ ഉപേക്ഷിച്ച് അമ്മൻ്റെ വാക്ക് ധിക്കരിച്ച് എനിക്ക് പോകാൻ പറ്റുന്നൊരു ഇടമല്ല അത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ കാണണ്ട, ഞാൻ പിന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പൈസയും മേടിച്ച് പോന്നു. അപ്പോഴാണ് ഈ ചേട്ടൻ നല്ല ഫിറ്റിലാട്ടോ വരുന്നത്. അപ്പോൾ ഫിറ്റിൽ വന്ന് അപ്പം എന്നോട് ജെസ്സി ഇനി വരൂലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഞാനിനി വരൂല. ഞാൻ നല്ല രീതിയിൽ ഉള്ളത് പറയാമല്ലോ. ഞാൻ ഏട്ടൻ്റെ കൈ ഇങ്ങനെ മുറുക്കം പിടിച്ചിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ, ഞാൻ എന്തേലും ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ ഏട്ടാ, ഞാൻ ഇനി വരൂല. കാരണം അമ്മക്കും അരുണിനും ഇഷ്ടമില്ലാത്തടത്തേക്ക് ഞാൻ വരൂല. അപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ പോകാൻ പറഞ്ഞ് ഇങ്ങനെ അവൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് ഇവൻ എന്തോ വാക്ക് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് കിട്ടിയില്ലേ, നിനക്ക് കിട്ടിയത് മതിയായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായി. ഇവൻ ചോദിച്ചു, എന്തേ അവൾക്ക് കിട്ടണ്ടേന്ന് ചോദിച്ചു. എല്ലാത്തിനും കൂട്ട് നിന്നും എടുത്തത് അവളല്ലേ, അപ്പോൾ അവൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. കാരണം ഇവൻ്റെ ഈ ഭാര്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ പെണ്ണുങ്ങൾ
ആ ലേഡിയുടെ പേര് ഞാൻ പറയുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ആ ലേഡി ഒരിക്കൽ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ഫാദർ അടിച്ചിറക്കിയ സമയത്തൊക്കെ ഇവൻ രാത്രി എൻ്റെ വീട്ടിലോട്ടാണ് ഈ കുട്ടീനെയും കൂട്ടി വന്നത്. അത്രത്തോളം ഒരു ഷെൽട്ടറായിട്ട് നമ്മളിവിടെ അവരെ താമസിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരു ദ്രോഹം ഞാൻ അവർക്കാർക്കും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ കിട്ടിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവന് വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് എന്നെ പ്രലോഭിപ്പിച്ചു. ഞാൻ അവനോട് ഷൗട്ട് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് പോയതാണ്. പക്ഷേ ആ പോയ പോക്കിന് അവൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ചുമ്മാ വീശിയതായേക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം തല്ലണമെന്ന് കരുതിയിട്ടായിരിക്കാം. എന്തായാലും ചുമ്മാ വീശിയതാണ് എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ. അവൻ ഹെൽമെറ്റ് കൊണ്ട് ഒരൊറ്റടി എന്നെ എൻ്റെ റൈറ്റ് വലത്തെ കണ്ണിനായിട്ട് അടി കിട്ടി. ഞാൻ താഴെ വീണു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അന്ന് അടി കിട്ടിയത് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത്ര കണക്കാക്കിയില്ല. കാരണം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി, ബാലുശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഞരമ്പിന് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞരമ്പിന് ചെറുതായിട്ട് ബാധിച്ചതല്ലേ, നമ്മളെ കണ്ണാണ് എന്നുള്ള കാര്യം ഞാൻ കണക്കാക്കിയില്ല. അപ്പം ഞാൻ അത്രത്തോളം ഉൾക്കൊണ്ടില്ല അത്. പക്ഷേ ഇപ്പം കുറച്ച് ഇടയായി എനിക്ക് പെട്ടെന്ന് വലത്തെ കണ്ണിന് മങ്ങൽ പോലെ വരൽ തുടങ്ങി. അപ്പം ഞാൻ ആദ്യമൊക്കെ കരുതിയത് മൈഗ്രെയിൻ്റെ വിഷയമുള്ളത് കൊണ്ട് കണ്ണിന് ഒരു മങ്ങിച്ച വരാറുണ്ട്, അതായിരിക്കുമെന്ന് കരുതി. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് പറഞ്ഞത് കണ്ണിന് കാഴ്ചയുടെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം കൂടുതൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ വീട്ടിൽ പോയിട്ടാണ് കാണിച്ചത്. അപ്പം തൽക്കാലത്തേക്ക് ഈ ഒരു ഗ്ലാസ് വെക്കാൻ എന്നോട് പറഞ്ഞു. ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാസനിലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കാണിക്കാമെന്ന് കരുതി. അപ്പം ഏതായാലും വലത്തെ കണ്ണിന് മങ്ങൽ ഏറ്റിട്ടുണ്ട്. അപ്പം വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്, നിസ്സാരമായിട്ട് ഇനി കണക്കാക്കുന്നില്ല. ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആരെ തന്നെയാണെങ്കിലും, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാണ്, ആരെ തന്നെയാണെങ്കിലും ഒരടി അകലം പാലിച്ച് നമ്മൾ നിർത്തിയാൽ നമ്മുടെ ലൈഫിൽ എന്നും ബെനിഫിറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളതല്ല, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് കരുതി നമ്മൾ ചേർത്ത് പിടിച്ച് നിൽക്കുക വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും കണ്ണിനൊരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്പെക്സ് ഇപ്പം വെച്ചത് കണ്ണ് ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെക്സ് ഇപ്പം തൽക്കാലം വെച്ചത്. അപ്പോൾ ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് ഒരു മങ്ങിച്ച എനിക്ക് ചില സമയത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ലൈവിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് അരുണും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അരുണ എനിക്ക് മര്യാദയ്ക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല, കണ്ണിന് മങ്ങലുണ്ടെന്ന് കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതൊക്കെ മൈഗ്രെയിനോടാണ് എന്ന് വിശ്വസിച്ച് നിന്നതായിരുന്നു. പക്ഷേ മൈഗ്രെയിനിനാലല്ല, എൻ്റെ ഒരു സുഹൃത്തിനാലാണ് ഇങ്ങനൊരു സംഭവം എനിക്കുണ്ടായത്. ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഏട്ടാ എനിക്കിപ്പോഴും നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോഴും എൻ്റെ ഒരു ഏട്ടനായിട്ട് തന്നെ കണക്കാക്കിയിട്ടുള്ളൂ. എന്ത് സങ്കടം വന്നാലും ഇപ്പോഴും ഞാൻ ആദ്യം നിങ്ങളെ തന്നെ ഓർക്കാറുള്ളൂ. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടം പറയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരാതി കൊടുത്തു. ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും ഇത്രയും ചെയ്യാനുള്ള ഏട്ടൻ്റെ പേരിൽ എന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന്. എനിക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഞാൻ നോക്കണം. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ചീത്ത കേട്ടു. കാരണം ഞാൻ അവനെ അത്രത്തോളം എന്താ പറയുക, കൂടപ്പിറപ്പിനെ പോലെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാക്കായിപ്പോൾ അത്രക്കായിരുന്നു. എനിക്ക് ആ ചേട്ടൻ്റെ പേര് പോലും ഇപ്പോൾ പറയാൻ താല്പര്യമില്ല. അപ്പോൾ അതാണ് ഈ കണ്ണടൻ്റെ കാര്യം. ഇനി നിങ്ങൾക്ക് മിക്കപ്പോഴും ഇങ്ങനെ കാണാം. എന്തൊരു യോഗമാണെന്ന് കൂട്ടാം ഇത്. ഏതായാലും കണ്ണട വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിലും ആർക്ക് കൂടപ്പിറപ്പ് പോലെ ഉണ്ടെങ്കിലും ഒരടി അകലത്തിൽ നിർത്തിയാൽ എന്തുകൊണ്ടും നല്ലതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.